34 വർഷം കൊണ്ട് രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി മാറിയ സംഘടനയാണ് BMS. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പിന്തള്ളിയാണ് ഈ മുന്നേറ്റം കരസ്ഥമാക്കിയത്. തങ്ങളുമായി അനുഭാവമുള്ള പാർട്ടി ഭരണത്തിലെത്തുമ്പോഴും തൊഴിലാളി വിഷയത്തിൽ സമരവുമായി തെരുവിലിറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ BMS വലിയ വളർച്ച നേടുന്നുണ്ടെന്നും കൂടുതൽ യുവാക്കളെയും വനിതകളെയും നേതൃനിരയിൽ എത്തിക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് CK സജി നാരായണൻ ജനം TVയോട് പറഞ്ഞു. ശ്രീകാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന ഭാരതീയ മസ്ദൂർ സംഘിന് 70ാം പിറന്നാൾ, അതിൻ്റെ വലിയ ആഘോഷം നടക്കുകയാണ് ഡൽഹിയിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി കൂടി നടക്കാൻ പോകുന്നു. അതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ അഡ്വക്കേറ്റ് സജി നാരായണൻ ചേരുകയാണ്. അദ്ദേഹത്തോട് അതിൻ്റെ ആ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം. എന്താണ് ആ പ്രോഗ്രാം നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്? എത്രത്തോളം വിപുലമായ പരിപാടിയായിരിക്കും നടക്കാൻ പോകുന്നത്? എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? ഭാരതീയ മസ്ദൂർ സംഘം അതിൻ്റെ ദീർഘമായിട്ടുള്ള യാത്ര 70 വർഷം പിന്നിടുകയാണ്. ഒരു വർഷം മുമ്പ് അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ വെച്ച് നടന്നു. ഭോപ്പാലിലെ മാന്യ ദത്താത്രേയ ഹൊസബാലെ മാന്യ സഹസർക്കാരിവാജിയാണ്, അദ്ദേഹമാണത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ഒരു വർഷം നീണ്ടു നിന്ന നിരവധി പരിപാടികൾ രാജ്യമാസകലം നടന്നു. സംസ്ഥാന തലത്തിൽ, ജില്ലാ തലത്തിൽ ഒക്കെ, അതിന് താഴെയുള്ള തലങ്ങളിലൊക്കെ ഒരുപാട് പരിപാടികൾ നടന്നു. അതിൻ്റെയൊക്കെ സമാപനം കുറിച്ചുകൊണ്ടുള്ള പരിപാടിയാണ് ഈ ജൂലൈ 23-ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്നത്. അതിൽ പൂജനീയ സർസംഘചാലക് മോഹൻ ഭാഗവത്ജി അദ്ദേഹമാണ് ഇതിൻ്റെ സമാപന പരിപാടിയിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നത്. അതുകൂടാണ്ട് നമ്മുടെ തൊഴിൽ കാര്യമന്ത്രി മൻസുഖ് ഭായ് മണ്ഡവ്യ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ രാഷ്ട്രീയ അധ്യക്ഷനും അതിൽ അധ്യക്ഷത വഹിക്കുന്നുണ്ട്. പിന്നെ ഡൽഹിയിലത്തെ നമ്മുടെ പ്രവർത്തകരുമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അത്തരം പരിപാടികളാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ BMSനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാജ്യത്താകമാനം വലിയ വേരോട്ടമുള്ള സംഘടനയാണ്. അപ്പോൾ മെമ്പർഷിപ്പ്, അതിനെക്കുറിച്ചാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പറയുന്നത്. മെമ്പർഷിപ്പിൻ്റെ എണ്ണത്തിൽ, വിദൂര ഗ്രാമങ്ങളിൽ പോലും സ്വാധീനമറിയിച്ചതിൻ്റെ എണ്ണത്തിൽ, അനുബന്ധ സംഘടനകളുടെ എണ്ണത്തിൽ, അതെങ്ങനെയാണ് BMSൻ്റെ ഇപ്പോഴത്തെ ഒരു കണക്കുകൾ? ഭാരതീയ മസ്ദൂർ സംഘത്തിൻ്റെ ഒരു കുതിച്ചാട്ടം എന്നുള്ളത് നടക്കുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തിലാണ്. കാരണം അടിയന്തരാവസ്ഥയിൽ ഏതാണ്ട് 5000-ഓളം RSS BMSൻ്റെ പ്രവർത്തകരാണ് ജയിലിൽ പോയിട്ട് സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോയിട്ടുള്ളത്. അതിൻ്റെ ഫലമായിട്ട് എല്ലായിടത്തുനിന്നും BMSലേക്ക് ആളുകൾ വന്നു. 1980-ൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ സംഘടന എന്നുള്ള രീതിയിൽ സർക്കാർ അംഗീകരിച്ചു. അതിനുശേഷം വെറും 9 വർഷങ്ങൾക്കുള്ളിൽ 1989-ൽ BMS 89-ൽ നടന്ന കണക്കെടുപ്പ് അനുസരിച്ച് BMS 1-ാം സ്ഥാനത്തേക്ക് എത്തി. അത് പ്രഖ്യാപിച്ചത് കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. കുറച്ച് കാലം എടുത്തു, 95 വരെ അവർ കാത്തിരുന്ന അവസാനം 95-ലാണ് പലതര സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് ഇതാക്കിയതിന് ശേഷം, അതിനുശേഷം ഭാരതത്തിലുള്ള മിക്കവാറും എല്ലാ തൊഴിൽ സംബന്ധിയായിട്ടുള്ള പരിപാടികളിലൊക്കെ തന്നെ ഭാരതീയ മസ്ദൂർ സംഘമാണ് ലീഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് പുറമേക്ക് പോകുന്ന ILO പോലത്തെ കോൺഫറൻസുകളിലൊക്കെ ഭാരതീയ മസ്ദൂർ സംഘമാണ് പ്രതിസംഘത്തെ നയിച്ചുകൊണ്ട് അതിനുശേഷം വരുന്നത്. ഇതിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഒടുവിൽ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഭാരതീയ മസ്ദൂർ സംഘം. അതിനു മുമ്പ് AITUC ഉണ്ട്, അതാണ് ആദ്യമായിട്ട് തുടങ്ങിയ പ്രസ്ഥാനം. അതിനുശേഷം INTUC വന്നു, HMS വന്നു, നിരവധി സംഘടനകൾ വന്നു. പക്ഷേ ഈ സംഘടനകൾക്ക് ഒക്കെ കണ്ട ഒരു വലിയൊരു പോരായ്മ, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഈ സംഘടനകളൊക്കെ വിഭജിച്ച് പോകുന്നു. അതുകൊണ്ട് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള തൊഴിലാളി സംഘടന വേണം എന്നുള്ളൊരു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതീയ മസ്ദൂർ സംഘത്തിന് ശ്രദ്ധേയ ദത്തോപന്ത് ധേംഗഡിജി തുടക്കം കുറിക്കുന്നത്. അങ്ങനെ 55-ൽ തുടങ്ങി വെറും 34 വർഷങ്ങൾക്കുള്ളിൽ അത് ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായിട്ട് മാറി. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സ്വതന്ത്ര തൊഴിലാളി സംഘടനയായിട്ട് ഭാരതീയ മസ്ദൂർ സംഘം വളർന്നു 34 വർഷങ്ങൾക്കുള്ളിൽ. ആ ഒരു നേട്ടം, അഭൂതപൂർവമായിട്ടുള്ള നേട്ടം ഭാരതീയ മസ്ദൂർ സംഘം നേടി. ആ സംഘടനയാണ് ഇപ്പോൾ 70 വർഷം പൂർത്തിയാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ചോദിക്കാൻ കൂടുതലായുള്ളത് സ്വാഭാവികമായും കേരളത്തെക്കുറിച്ചായിരിക്കും. മുൻകാലങ്ങളിൽ കേരളത്തിൻ്റെ തെരുവോരങ്ങളിലൂടെ പോകുമ്പോൾ കണ്ടിരുന്നത് CITUവിൻ്റെയോ AITUCയുടെയോ INTUCയുടെയൊക്കെ കൊടിതോരണങ്ങളാണ്. പക്ഷേ ഇന്നതിന് മാറ്റം വന്നിരിക്കുന്നു. കാരണം ചില ബസ് സ്റ്റേഷനുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ കാണുന്നത് BMSൻ്റെ വലിയ കൊടിതോരണങ്ങൾ കെട്ടിയിരിക്കുന്നത് കാണാം. പല സ്ഥലങ്ങളിലും റെക്കഗ്നിഷൻ കിട്ടിയ സംഘടനയായി BMS മാറിക്കൊണ്ടേയിരിക്കുന്നു കേരളത്തിലെ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിൽ ഏതാണ്ട് 80-കൾക്ക് ശേഷമാണ് BMSനൊരു വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അതുവരെ ട്രേഡ് യൂണിയൻ രംഗം എന്ന് പറഞ്ഞാൽ CITU ആണ്.
ചുമട്ടുതൊഴിലാളി മേഖലയിൽ ചുമടെടുത്ത് തലയെക്കെട്ട് നായിട്ടിരിക്കുന്ന അവരൊക്കെ CITUക്കാരാണ്. അങ്ങനെയുള്ള സങ്കല്പമാണ്. അവരാണെങ്കിൽ അധോലോകവുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ഭാരതീയ വസ്തുസംഘം ഈ രംഗത്തേക്ക് കടന്നു വന്ന് ആ ചൂട്ട് മേഖലയിലാണ് ആദ്യമായിട്ട് അതിൻ്റെ സാന്നിധ്യം സ്ഥാപിച്ചെടുക്കുന്നത്. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇന്ന് നിങ്ങൾ ചുമട്ടുതൊഴിലാളികൾ എവിടെയും തന്നെ ഒരു അണ്ടർവേൾഡിൻ്റെ ആൾക്കാരായിട്ടോ അല്ലെങ്കിൽ ഗുണ്ടകളായിട്ടോ ഇന്ന് പൊതുജനം കാണുന്നില്ല. പല സ്ഥലങ്ങളിലും ചുമട്ടുതൊഴിലാളികൾ മോട്ടോർ സൈക്കിളിലും കാറിൽ വരെ വരുന്ന മാർക്കറ്റുകളിൽ തൊഴിലെടുക്കാൻ വേണ്ടി വരുന്ന ചുമട്ടുതൊഴിലാളി സ്ഥിതിയിലേക്ക് വന്നു. അവരുടെ കുടുംബങ്ങൾ പുരോഗമിച്ചു. അവർ മദ്യപാനം ഉപേക്ഷിച്ച് കിട്ടുന്ന പൈസ കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്നു. മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടി വിവിധ മേഖലകളിലേക്ക് പോകുന്നു. ഇങ്ങനെയൊരു മാറ്റം ചുവടു മേഖലയിൽ കൊണ്ടുവന്നതിൻ്റെ പ്രധാന കാരണം ഭാരതീയ വസ്തുസംഘത്തിൻ്റെ വളരെ ആസൂത്രിതമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. ഏറ്റവും കൂടുതൽ പിന്നീട് നമ്മൾ മുന്നേറ്റം വന്നിട്ടുള്ളത് ട്രാൻസ്പോർട്ട് മേഖലയിലാണ്. ആ ട്രാൻസ്പോർട്ട് മേഖലയിൽ ഈ പ്രൈവറ്റ് ട്രാൻസ്പോർട്ട് മേഖലയിൽ ബസ്സായാലും ശരി ഓട്ടോറിക്ഷ ആയാലും വലിയൊരു മുന്നേറ്റം വന്നു. പല സ്ഥലങ്ങളിലും CITക്കാണ് മുൻപന്തിയിൽ വരെ എത്താൻ നമുക്ക് സാധിച്ചു. അങ്ങനെ ട്രാൻസ്പോർട്ട് മേഖലയിലും വലിയതായി. അടുത്ത കാലത്തായിട്ട് KSRTC എന്ന് പറഞ്ഞാൽ CITൻ്റെ കുത്തക ഇതാണ്. അവിടെ അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും മിക്കവാറും ആൾക്കാരൊക്കെ CITൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആൾക്കാരാണ്. ഭരണം ഉപയോഗിച്ച് വന്നിട്ടുള്ളവരാണ്. അവർ പോലും സീക്രട്ട് ബാലറ്റിൽ BMSൻ്റെ ഒപ്പം നിന്നു. അങ്ങനെ BMSൻ്റെ അഭൂതപൂർവമായിട്ടുള്ള വളർച്ച അവിടെ ഉണ്ടായി. അപ്പോൾ ഇന്നിപ്പോൾ BMSനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു തൊഴിൽ മേഖലയെക്കുറിച്ച് കേരളത്തെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് ആധിപത്യമുള്ള കോൺഗ്രസ് ആധിപത്യമുള്ള സ്ഥലത്ത് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തൊഴിലാളി സംഘടനകളെക്കുറിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ, കേരളത്തിൽ ഓൾ ഓവർ ഇന്ത്യ കാണുകയാണെങ്കിൽ, ഈ സർക്കാർ ആരാണോ ഭരണത്തിലിരിക്കുന്നത് അതിൻ്റെ അനുബന്ധ സംഘടനകൾ സർക്കാർ വിലാസം സംഘടനകളായി മാറുന്ന കാഴ്ച കാണാൻ സാധിക്കും. അതിൽ നിന്നും വിഭിന്നമായി BMSനെ വേറിട്ട് നിർത്തുന്നത് എന്താണ്? BMSൻ്റെ സ്റ്റാൻഡ്, BMSൻ്റെ നിലപാട് സർക്കാർ എടുക്കുന്ന നിലപാടുകൾക്കനുസരിച്ചാണോ മുന്നോട്ട് പോകുന്നത്? ഭാരതീയ വസ്തുസംഘം അതിൻ്റെ തുടക്കം മുതൽ തന്നെ ഒരു രാഷ്ട്രീയാതീതമായ തൊഴിലാളി സംഘടന എന്നുള്ള രീതിയിൽ ആണ് ആ ഒരു നയമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഭാരതീയ വസ്തുസംഘത്തിൻ്റെ തൊഴിലാളികൾക്ക് രാഷ്ട്രീയ വിരുദ്ധം എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം എല്ലാ ആളുകൾക്കും വ്യക്തിപരമായിട്ട് അവരുടെ രാഷ്ട്രീയമുണ്ട്. പക്ഷേ തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിൽ രാഷ്ട്രീയം കടന്നു വരരുത്. അവിടെ തൊഴിലാളി സർക്കാരുകളെ ഏത് സർക്കാരായാലും ഏത് കൊടി ഉപയോഗിക്കുന്ന സർക്കാരായാലും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ സർക്കാരായാലും ശരി, തൊഴിലാളികളോട് അവരുടെ സമീപനം എങ്ങനെയാണോ അതനുസരിച്ചാണ് ഭാരതീയ വസ്തുസംഘം അവരോടുള്ള നീതി ഇതാക്കുന്നത്. ഈ സർക്കാരാണെങ്കിലും അത് പ്രായോഗികമായിട്ട് ഭാരതീയ വസ്തുസംഘം തെളിയിച്ചിട്ടുള്ളതാണ്. നമ്മുടെ തന്നെ സർക്കാർ വന്ന സമയത്ത് പോലും നമ്മുടെ സർക്കാരിന് മറ്റെല്ലാ കാര്യങ്ങൾക്കും പിന്തുണ നൽകുകയും എന്നാൽ തൊഴിലാളികളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ അതിന് വിരുദ്ധമായിട്ട് തെരുവിലിറങ്ങിയിട്ടുള്ള ഇതും ഭാരതീയ വസ്തുസംഘത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതുകൊണ്ട് ഇന്ന് പൊതുവേ തൊഴിൽ മേഖലയിൽ ഭാരതീയ വസ്തുസംഘം മാത്രമാണ് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സംഘടന എന്നുള്ള ഒരു പേര് ഭാരതീയ വസ്തുസംഘത്തിന് എല്ലാവരും സർവാത്മന അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ CITU ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സ്ഥലത്തൊക്കെ ആ സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളെ പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ട് അതുകൊണ്ട് അവരുടെ തൊഴിലാളി പിന്തുണ പതുക്കെ നഷ്ടപ്പെടുകയും അവർ മുഴുവൻ BMSലേക്ക് വരുന്ന കാഴ്ച എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയാണ് INTUCക്കും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ 70 വയസ്സെന്ന് പറയുന്നത് ഒരു ചെറിയ കണക്കല്ല. അതായത് ഒരു പാകതയെത്തിയ ഒരു വയസ്സാണ്. അടുത്ത ലക്ഷ്യം എന്താണ് സംഘടനയുടെ? 70 വയസ്സ് എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു പ്രാധാന്യം കൂടിയുണ്ട്. ഇന്ന് തൊഴിൽ മേഖലയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടന ഭാരതീയ വസ്തുസംഘമാണെങ്കിലും ഏറ്റവും കൂടുതൽ യുവാക്കളുടെ സംഘടനയും ഭാരതീയ വസ്തുസംഘമാണ്. മറ്റെല്ലാ സംഘടനകൾക്കും വൃദ്ധരായിട്ടുള്ള ആളുകളുടെ നേതൃത്വം വഹിക്കുമ്പോൾ ഭാരതീയ വസ്തുസംഘത്തിൽ നമ്മുടെ ജില്ലാ ലെവലിലും സംസ്ഥാന തലത്തിലൊക്കെ യുവാക്കളായിട്ടുള്ള ആൾക്കാർ വരണം. ആ രീതിയിൽ എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലും പല നമ്മുടെ മഹാസംഘുണ്ട്, ഫെഡറേഷൻസ്. അവരുടെയൊക്കെ തലപ്പത്ത് ഇന്ന് മഹിളകളുണ്ട്. അധ്യക്ഷനായിട്ടോ അല്ലെങ്കിൽ മഹാമന്ത്രിയായിട്ടോ ആ ലെവലിൽ വരെ ഇന്ന് സ്ത്രീകൾ വന്നിട്ടുണ്ട്. അങ്ങനെ സ്ത്രീ നേതൃത്വം, യുവാക്കളുടെ നേതൃത്വം വളരെയധികം അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് വളർത്തിയെടുക്കുന്ന രീതിയിലാണ് BMS വന്നിട്ടുള്ളത്. ഇതാണ് ഇനി ഭാവിയിലേക്ക് നമ്മുടെ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിനുള്ളൊരു പ്രതീക്ഷയായിട്ട് നാം കാണുന്നത്. തീർച്ചയായും യുവാക്കൾ, മഹിളകൾ, അതോടൊപ്പം തന്നെ പ്രായമായ ആളുകൾ എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ടുള്ള മുന്നോട്ട് പോകുക ആ ഒരു ലക്ഷ്യമാണ് BMS ഈ 70ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാവിധ ആശംസകളും നേരുകയും ചെയ്യുന്നു ഈ 70ാം പിറന്നാൾ നിമിഷത്തിൽ. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം S. ശ്രീകാന്ത്, ജനം, ഡൽഹി.